സെക്രട്ടറി കരുതുന്നത് പോലെ അൻവർ അല്ല, അൻവറിനേക്കാളും വലിയ 100 ആൾ വന്നാലും CPM-നെ തകർക്കാനാകുമോ ഇല്ലയോ എന്നതല്ല കേരളത്തിന്റെ നീറുന്ന പ്രശ്നം. ജനങ്ങളുടെ പ്രധാന പ്രശ്നം അഴിമതിമുക്തമായ ഭരണം കേരളത്തിൽ ഉണ്ടോ എന്നതാണ്. രണ്ടാമത്തേത് അഴിമതി ആരോപണങ്ങൾ മറച്ചുവെക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJP-യുമായി അന്തർധാര ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. ഈ രണ്ട് ചോദ്യങ്ങളും പരസ്പര ബന്ധിതമായ കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യ തേജസ്സാണ് എന്ന ആർപ്പുവിളികളല്ല ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. മാധ്യമങ്ങളും പാർട്ടി ആരാധകരല്ലാത്തവരും കാലങ്ങളായി ഉന്നയിക്കുന്ന ഇതേ ചോദ്യങ്ങളാണ് സർക്കാരിന്റെ ഭാഗമായിരുന്ന PV അൻവർ MLA ഉന്നയിച്ചത്. അതോടെ അദ്ദേഹമായുള്ള ബന്ധം പാർട്ടി വിച്ഛേദിച്ചു. പക്ഷേ അഴിമതിയെയും BJP ബന്ധങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങളുമായുള്ള ബന്ധം പാർട്ടിക്ക് വിച്ഛേദിക്കാനാകില്ല. ഉത്തരം കിട്ടുവോളം അത് CPM-നെ വേട്ടയാടും. ചോദ്യം ഉന്നയിക്കുന്നത് ആര് എന്നതിനേക്കാൾ ചോദ്യം എന്ത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. PV അൻവർ അഴിമതി മുക്തനാണോ എന്നതിനേക്കാൾ മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വവും മകളുടേതുൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളും RSS ബന്ധവും അൻവർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാക്കി. ഇതിൽ ഒരു ചോദ്യം പോലും പുതിയതല്ല. പക്ഷേ സർക്കാരിന്റെ ഭാഗമായിരുന്ന MLA കൂടി ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ CPM സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാവുകയാണ്. സർക്കാരിന്റെ ഏറ്റവും വലിയ ബാധ്യതയായി മുഖ്യമന്ത്രി തന്നെ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആരോപണത്തിന് പോലും വിശ്വസനീയമായ ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് വികസനവും വർഗീയ വിരുദ്ധതയും ജനാധിപത്യമൊന്നുമല്ല, CPM-ന്റെ തന്നെ അഴിമതിയും BJP ബന്ധങ്ങളുമാണ്. അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത വിധം നേതാക്കളെ നട്ടലില്ലാത്തവരാക്കാൻ പിണറായി വിജയന് സാധിക്കുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിലാണ് പാർട്ടിയുടെ സ്വതന്ത്ര MLA താൻ തീപ്പന്തമാണ് എന്ന അവകാശവുമായി രംഗത്തെത്തിയത്. നീതി കിട്ടിയില്ലെങ്കിൽ നീ തീയാവുക എന്ന ആപ്തവാക്യത്തിലെ തീയാവാൻ PV അൻവറിന് കഴിഞ്ഞു. പക്ഷേ അത് നീതി കിട്ടാഞ്ഞിട്ടാണോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടംപൊയിലിലെ റോപ്പ് വേയും തടയണയും അനധികൃതമാണെന്ന വിവാദം മറക്കാറായിട്ടില്ല. അന്ന് അദ്ദേഹം തീയായത് മാധ്യമങ്ങൾക്കെതിരെയായിരുന്നു. അസഹിഷ്ണുതയുടെ അങ്ങേയറ്റമായിരുന്നു. ഇപ്പോഴും അതെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിണറായിയോടാണ് അൻവറിന് സാമ്യമേറെ. പക്ഷെ പിണറായിക്ക് പിന്നിൽ പാർട്ടിയുണ്ട്. അതില്ലാത്ത അൻവറിന് പുതിയൊരു പാർട്ടി ഉണ്ടാകാം. പക്ഷേ താൽക്കാലികമായ ഒരു ആവേശത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ അത് ഏറ്റെടുക്കാനിടയില്ല. കാരണം അൻവറിന്റെ രാഷ്ട്രീയ സംഭാവനകൾ മടിയില്ലാതെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നത് മാത്രമാണ്. അതിനു മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കേരളത്തിന് ഏറ്റെടുക്കാനുള്ള ഒന്നും കാര്യമായിട്ടില്ല. അൻവറല്ല, അൻവർ ഉന്നയിച്ച ചോദ്യങ്ങളാണ് തീപ്പന്തമാകുക. അത് കെടുത്തുവോളം ഈ പാർട്ടിയും മുഖ്യമന്ത്രിയും സൂര്യ തേജസ്സിലല്ല, സംശയത്തിന്റെ നിഴലിലായിരിക്കും.